എന്തൊരു മാമ്പഴ താരെ. അത് ശരിയാണല്ലോ, നമുക്ക് പെറുക്കെടുക്കാം. ഹായ്, നല്ല ടേസ്റ്റ്, നല്ല സ്മെല്ല്. ഇതാണ് ചക്കര മാമ്പഴം. നമുക്ക് വീട്ടിൽ പോവാം. നമുക്ക് മാമ്പഴം കഴിച്ചിട്ട് പോവാം. അമ്മ വർക്ക് പറയും. നീതു ചേച്ചിയോട് പറഞ്ഞിട്ടല്ലേ വന്നത്, പിന്നെന്താ? ഇത് ചാരുവിന്റെ ഫ്രണ്ട്സ് അല്ലേ? ദേ നോക്കിയുടെ കൂടെ പപ്പി. നിങ്ങൾ എന്താ ഇവിടെ? ഞങ്ങളെ മാമ്പഴം പറിക്കാൻ വന്നേക്കുവാ. നിങ്ങളോട് ആര് പറഞ്ഞു മാമ്പഴം പറിക്കാൻ? ഇത് ഞങ്ങളുടെ പറമ്പാ. ഇടടി താഴെ മാമ്പഴം ഇട്ടേ. അതിന് ഞാൻ നീതു ചേച്ചി പോകാൻ വന്നിട്ടാ ഞാൻ വന്നത്. നീതു ചേച്ചി നിത്യ ചേച്ചിയൊക്കെ നിന്റെ വീട്ടില്. ഇതേ ഞങ്ങളുടെ മാവാ. ഞാൻ മാമ്പഴം പറിക്കാൻ വന്നപ്പോ നിങ്ങൾ അതെല്ലാം എടുത്ത് പറിച്ചോ? ഇങ്ങോട്ട് തിരിച്ചു തന്നേ. നിങ്ങളുടെ മാവാന്ന് പേരെഴുതി വെച്ചിട്ടുണ്ടോ? എടി കുണുക്കി, നീ കൂടുതൽ കളിക്കരുത്. നീ സ്ട്രോബെറി ജ്യൂസ് എന്റെ മേത്തൊഴിച്ചപ്പോഴേ ഞാൻ ഓർത്തിരുന്നതാ നിന്നൊന്ന് പിടിക്കണോന്ന്. ഇവിടെ നിന്റെ ചേച്ചിമാരാരുമില്ല. നല്ല ഇടി കിട്ടും എന്റെ കയ്യിന്ന്. അങ്കിളേ, അങ്കിളേ, മിണ്ടാതിരുന്നോ. എന്റെ അങ്കിള് ഞാനും കൂടി ഈ പറമ്പിലേക്ക് വന്നേ. അങ്കിൾ അവിടെ ഉണ്ട്. അങ്കിള് വന്ന രണ്ടിനെ ഇന്ന് കൊല്ലും. മാമ്പഴ കള്ളിയും കള്ളനും. അത്ര കായോ? ഇനി താടി മാമ്പഴം. മാമ്പഴം താടി. ഇല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും? നീ എന്നെ ചവിട്ടിയല്ലേ. എന്താ പപ്പിക്കുട്ടി കരയുന്നേ? അങ്കിളെ, ഞാൻ മാമ്പഴം പറിക്കാൻ വന്നപ്പോഴേക്കും ഈ കുണുക്കിയും കുണുക്കനും എല്ലാം പറിച്ചെടുത്തു. അതെന്തിനാന്ന് ചോദിച്ചപ്പോ ഈ കുണുക്കൻ എന്റെ കാലിട്ട് ചവിട്ടി. പപ്പിമോളെ ചവിട്ടിയെന്നോ? എന്തൊക്കെയാ പറയുന്നേ? കുണുക്കോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അത് ഈ പൊട്ട പിള്ളേരുടെ പേരാ, കുണുക്കനും കുണുക്കി. മോൾ ഇങ്ങോട്ട് മാറിയേ. ആരാ എന്റെ പപ്പിമോളെ ചവിട്ടിയേ? നിന്റെ കുണുക്കിനെ വലിച്ചത് എന്റെ കൊച്ചിനെ ചവിട്ടുമോ? അങ്കിളെ, എനിക്ക് വേദന എടുക്കണം അങ്കിളെ. എന്നെ ചവിട്ടി അങ്കിളെ. പപ്പിമോള് കരയാതിരി. ഇവനെ ശരിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നീ അത്ര കായോടോ എന്റെ പപ്പിമോളെ ചവിട്ടാൻ? നിന്റെ കൈ ഞാനിന്ന് ഇങ്ങ വാട ചെക്ക. നീ എന്താ കരുതിയത്? പപ്പിമോൾക്ക് ചോദിക്കാനോ പറയാനോ ആരും ഇല്ലെന്നോ? വീട്ടില് നീ എന്ത് ചെയ്യോടി? ഇവനെ ഞാനിന്ന് കൊല്ലാൻ പോവുക. അങ്കിളെ, നല്ലോണം പിടിച്ചോ. അവന്റെ കൈ ഒടിക്കണം. അവൻ ഇനി മാമ്പഴം എടുക്കാൻ വരരുത്. ഓഹോ, ഇത്ര നേരം ഇതായിരുന്നില്ലല്ലോ നിന്റെ ഒച്ച. ഇവനെ ഞാൻ വിടുന്നില്ല. ഇവനെ ഞാൻ പിടിച്ചു വെക്കാൻ പോകുക എന്റെ വീട്ടിലേക്ക്. നീ നിന്റെ വീട്ടിൽ നാളെ വിളിച്ചോണ്ട് പോവാ, എന്നിട്ടേ വിടുന്നുള്ളൂ. മോനെ മോളെ ഇങ്ങനെ മാമ്പഴം മോഷ്ടിക്കാൻ വിട്ടേക്കുവാണോ എന്ന് എനിക്ക് അറിയണ്ടേ? പൊട്ടങ്കിളെന്ന് വിളിച്ച കേട്ടില്ലേ? ഒന്നും കൂടി മുറുക്കെ പിടിച്ച് വലിക്ക. അവന്റെ കൈ ഒടിക്ക. നീ ഇങ്ങ് വാടാ. ഓ, സ്കൂൾ തുറക്കാൻ കുറച്ച് ദിവസം കൂടി ഉള്ളു. കുറച്ച് ദിവസം കൂടി പിള്ളേരെ കൂടി നിൽക്കാം. ഇവിടെയെങ്കിലും ആരും കാണുന്നില്ലല്ലോ. ഇവള് വീട് കൂട്ടിയത് എങ്ങാട് പോയി? എടിക്ക് ഇതേ. അച്ചാമ്മയോ? ഇനി വരൂലെന്ന് പറഞ്ഞ് ലല്ലിമോളെ കൊണ്ട് പോയതല്ലേ? ഓ, നീ എന്നെ കൂടുതൽ കളിയാക്കിയൊന്നും വേണ്ട. എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്റെ മോന്റെ വീടായി പോയില്ലേ. അല്ല, പിള്ളേരൊക്കെ എവിടെ? അമ്മയോ? ഓ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? എത്ര വിളി വിളിച്ചു ഞാൻ. ഏതെങ്കിലും കള്ളൻ ഇവിടെ വന്നാ പോലും അറിയില്ലല്ലോ. കുണുക്കനും കുണിക്കൊക്കെ എവിടെ? അവര് വന്നില്ലേടി ഇതുവരെ? നീതുമോളെ, അവരെ നീ വിളിച്ചില്ലേ? അവരിപ്പോ വരുമേ. അവര് തൊട്ടടുത്ത പറമ്പിലുണ്ട്. പറമ്പിലോ? അപ്പൊ പിള്ളേരെവിടെയാണെന്ന് നിനക്ക് അറിയില്ലേടി ഗീതേ? അയ്യോ എന്റെ പൊന്നച്ചാമ്മേ, ഇത്ര നേരം കുണുക്കനും കുണിക്കും എന്റെ കൂടെ ഉണ്ടായിരുന്നു. അവര് വീട്ടിലിരുന്ന് ബോറടിച്ചു. ദേ ഇപ്പൊ തൊട്ടടുത്ത പറമ്പിൽ കളിക്കാൻ പോയതാ. എന്റെ ദൈവമേ, വല്ല പിള്ളേര് പിടുത്തക്കാരൊക്കെ ഇറങ്ങുന്ന കാലവാ. പിള്ളേര് ഒറ്റക്ക് കളിക്കാൻ വിട്ടേക്കുന്നു. അമ്മ പേടിക്കണ്ട, അവരവിടെ തന്നെ ഉണ്ടാകും. ഞാനിപ്പോ വിളിച്ചോണ്ട് വരാം. അയ്യോ കുണിക്ക്, എന്ത് പറ്റി? നീ എന്തിനാ കരയുന്നേ? എന്താ കുണിക്ക് മോളെ, നീ കരയാത്ത കാര്യം പറ. കുണുക്കൻ എവിടെ? ആര് പിടിച്ചു? നിങ്ങൾ അവിടെ ഇരുന്ന് കളിക്കുമായിരുന്നില്ലേ? എന്താ പറ്റിയെന്ന് പറ കുണിക്ക് മോളെ. ഞങ്ങള് മാമ്പഴം എടുത്തപ്പോ പപ്പിയും വന്നു. മാമനെ താന്ന് വന്ന് കൈ പിടിച്ച് വലിച്ചു. പപ്പി ആധാര? ചാരുയുടെ വീട്ടില് കൊച്ചത്. കുണുക്കണവളെ ചോട്ടി. അയ്യോ, എന്നിട്ട്? പപ്പിയുടെ അങ്ങള് കുണുക്കനെ കൊണ്ടുപോയി. കൊണ്ടുപോയെന്നോ? എങ്ങോട്ട്? അവരോട് വീട്ടിലോട്ട്. ദൈവമേ, ഞാനെന്താ കേൾക്കുന്നത്? എന്റെ മോൻ കുണുക്ക. അമ്മ, ഞാനും വരാ, നിക്ക്. എടി കുണുക്കി, ഇവിടെ ഇരുന്ന് കരയാതെ. എനിക്ക് ആ വഴി കാണിച്ചു തന്നെ. നിനക്കറിയോ പപ്പിയുടെ വീടിന്റേക്കുള്ള വഴി? എനിക്കറിയാം. എന്നാ നമുക്ക് അങ്ങോട്ട് പോകാം, വാ. അങ്കിളെ, ഇവനെ മുറുക്കെ പിടിച്ചോട്ടോ, ഇവൻ ഓടും. എന്റെ കയ്യിൽ നിന്ന് ഇവൻ ഓടാൻ ഒരിക്കലും ഇല്ല പപ്പിക്കുട്ടി. അയ്യോ കുണുക്കൻ പാവ, അവനൊന്നും ചെയ്യല്ലേ അങ്കിളെ. ചാരു, നീ മിണ്ടണ്ട. നിന്റെ കൂട്ടുകാരുടെ അനിയനെ അവര് മനഃപൂർവ്വം വിട്ടതാ ഞങ്ങളുടെ മാമ്പഴം മോഷ്ടിക്കാൻ.
ഞാൻ മാമ്പഴം മുറിച്ചിട്ടാണ് പറഞ്ഞതല്ല. എനിക്കൊന്നും നീ ചെയ്ത മാമ്പഴം. മിണ്ടാതിരിയുടെ ചെക്ക, അവന്റെ അഹങ്കാരം കണ്ടില്ലേ? പപ്പിമോളെ പ്ലീസ് അവനെ വിടാൻ പറ. സോണിയാന്റി വന്നു കഴിഞ്ഞാൽ പ്രശ്നം വഷളാകും. അവരറിയാതെ മാമ്പഴം പിറക്കിയതായിരിക്കും. ഇനി അവര് വരൂല, ഞാൻ പറഞ്ഞോളാം. ദയവ് ഇത് കുണുക്കനെ വീട് പപ്പിമോളെ. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇവനെ അന്വേഷിച്ച് ആരെങ്കിലും വരുമോ നോക്കാം. അവരോട് 2 മറുപടി പറയാനുണ്ട്, എന്നിട്ടേ ഇവനെ വിടൂ. കുണുക്ക അമ്മ എന്നെ പിടിച്ചു വെച്ചിരിക്കുക. പിടിച്ചു വെച്ചിരിക്കുന്നോ? എന്റെ കൊച്ചിന്റെ കയ്യിൽ നിന്ന് വിടടോ. ചൂടാകാതെ, നിങ്ങളുടെ മോനെ മോഷ്ടിച്ചു, അതാ ഞാൻ പിടിച്ചു വെച്ചേക്കണേ. എന്ത് മോഷ്ടിച്ചു? അവന്റെ കയ്യിൽ നിന്ന് വിടറോ തൊപ്പിക്കാരാ. അങ്ങനെ പെട്ടെന്നൊന്നും വിടാൻ പറ്റില്ല പെണ്ണുമ്പുള്ളേ. പെണ്ണുമ്പിള്ളയെന്നോ? ആരുടെ നിന്റെ പെണ്ണുമ്പിള്ള? എന്റെ കൊച്ചിനെ വിടടാ. എന്താണ് കുണുക്ക നിനക്ക് പറ്റി? നീ ഇങ്ങ് വാ. നേരത്തെ കിടന്ന മാമ്പഴം ഇയാൾ പിടിച്ചു വെച്ചിരിക്കുന്നത്. എടോ, കുട്ടികളാവുമ്പോ നിലത്ത് വീണ് കിടക്കണ മാമ്പഴമൊക്കെ എടുക്കും. അതിനെന്തിനാടോ എന്റെ കൊച്ചിനെ പിടിച്ചു വെച്ചേക്കണേ? അങ്ങനെ ഞങ്ങളുടെ പറമ്പിൽ വന്ന് എടുക്കണ്ട. എടോ തന്നെ, നീ ഇങ്ങോട്ട് മാറടി ഗീത. ഈ തൊപ്പിക്കാരനോട് ഞാൻ പറയാം 2 വർത്താനം. തനിക്ക് ആരോടോ എന്റെ കൊച്ചിനെ പിടിച്ചു വെക്കാനുള്ള അധികാരം തന്നെ? പിള്ളേരാകുമ്പോ മാവി കല്ലെറിയും വീഴും മാങ്ങ എടുക്കും. അതിന് മോഷ്ടിച്ചു വന്നത് നിങ്ങളുടെ അവിടെ നിന്ന് മോഷ്ടിക്കേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിന് കൂടുതലുണ്ട് എല്ലാം. അവനും ഒരു തൊപ്പിക്കാരനും. എന്റെ അങ്കിളിനെ പറഞ്ഞാലുണ്ടല്ലോ. ആഹാ, പറഞ്ഞാ നീ എന്തോ ചെയ്യും? ഇതാണ് പപ്പി. ഓഹോ, അപ്പൊ നീയാണല്ലേടി പപ്പി. നീയാണല്ലേ മാമ്പഴം മോഷ്ടിച്ചെന്ന് പറഞ്ഞ അങ്കിളിനെ വിളിച്ചത്. ദേ എന്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടേ അറിയാം. സോറി ചാരുവിന്റെ അച്ഛാമ്മേ, ഇവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുക. ഞാൻ ഇവരോട് ഒത്തിരി പറഞ്ഞതാ കുണുക്കനെ വിടാൻ, കേട്ടില്ല. സോറി. ഇവള് ചാരു അല്ലേ? അതെ അമ്മേ, ചാരു പാലക്കാട് നിന്ന് തിരിച്ചു വന്നു. ഇപ്പൊ ഇവരെ കൂടിയാ താമസിക്കുന്നേ. ഓഹോ, അപ്പൊ നീ ചാരുവിനോടുള്ള അരിശരിക്കുമല്ലേ എന്റെ കുണുക്കനോട് തീർത്തത്? മതി അമ്മേ, നമുക്ക് പോകാം. ഇവരോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. കുട്ടികളോട് തന്നെ ഇങ്ങനെയാ പെരുമാറുന്നേ. നമുക്ക് ഇവരോട് സംസാരിക്കണ്ട. അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ല. കൊച്ചിനെ പിടിച്ചു വെച്ചതിന് ഇവ സമാധാനം പറയട്ടെ, എന്നിട്ട് പോകാം. എടി പപ്പി, നീ ഇത് മനഃപൂർവ്വം നിന്റെ അങ്കിളിനെ കൊണ്ട് ചെയ്യിച്ചതല്ലേ? നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടി. നിങ്ങളോട് പലതവണ ഞാൻ പറഞ്ഞു പപ്പിയുടെ നേരെ ആരും വരരുതെന്ന്. എല്ലാത്തിനും ഞാൻ ശരിയാക്കൂ. താൻ എന്തോ ചെയ്യുമെന്നാടോ? കുറെ നേരമായല്ലാടോ. ഓ, ഇവനൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാ വേണ്ടത്. ഗീത, നീ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് നടക്ക്. കുട്ടീനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ ഒരു കേസ് കൊടുക്കണം. ഇപ്പൊ തന്നെ ഇവനെ അറസ്റ്റ് ചെയ്യിക്കണം. അയ്യോ ഗീതാന്റി, പ്ലീസ് ഗീതാന്റി, അങ്ങനെ ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞോളാം, ഇനി ഉണ്ടാവില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും പോകാൻ നോക്ക്. സോണിയാന്റി വന്നു കഴിഞ്ഞാൽ പ്രശ്നം വഷളാകും. അതാ. ഇല്ല ചാരു, എനിക്കിത് ക്ഷമിക്കാൻ പറ്റില്ല. നിന്റെ സോണിയാന്റി വന്നാലും കുഴപ്പമില്ല. എന്റെ കുണുക്കനെ പിടിച്ചിവിടെ വെച്ചില്ലേ, അതിന് ഇയാളെ കൊണ്ട് സമാധാനം പറയിപ്പിച്ചിട്ടേ ഉള്ളൂ. നിതുമോളെ പ്ലീസ്, ഇതൊരു പ്രശ്നം നോക്കരുത് പ്ലീസ്. ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. ഒന്ന് അച്ഛനോടും അമ്മയോടൊക്കെ ഒന്ന് പറയൂ. അത് ചാരു പ്ലീസ്. നിതുമോളെ, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. എന്താ അമ്മ ചെയ്യേണ്ടത് ചാരു ഇങ്ങനെ പറയുമ്പോ? എന്തായാലും നമുക്ക് ഇപ്പൊ പോകാം. മാധവൻ ചേട്ടൻ വരട്ടെ, ബാക്കി വൈകുന്നേരം. വാ എല്ലാരും, വാ കുണിക്ക്, നമുക്ക് പോകാം. ആ മാധവൻ വരട്ടെ, വൈകുന്നേരം വന്നിട്ട് ഇയാൾക്ക് ബാക്കി കൊടുക്കാം. പൂവർ ഫെല്ലോസ് പേടിച്ചിട്ട് പോകുന്ന കണ്ടേ. പേടിത്തൊണ്ടികള്. ഓ, മര്യാദക്ക് പോകാൻ നോക്കുമ്പോ താൻ സമ്മതിക്കൂലല്ലേടോ. ആരാടോ പേടിത്തോണ്ടി? എന്താ ഇവിടെ? മമ്മ, ഈ ചാരുവിന്റെ ഫ്രണ്ട്സ് വീട്ടിൽ വന്ന് വഴക്ക് പറയോ? എന്നെ അങ്കിളിനെയൊക്കെ വഴക്ക് പറഞ്ഞു. എടി പെങ്കൊച്ചെ, എന്തിനാടി നുണ പറഞ്ഞു കൊടുക്കുന്നേ? എന്റെ മോളോട് ഇങ്ങനെ പറയാൻ നിങ്ങൾ ആരാ? എന്താ അങ്കിളെ സംഭവം? സോണി, ഈ കണ്ട്രി പിള്ളേര് വന്ന് നമ്മുടെ മാമ്പഴെല്ലാം മോഷ്ടിച്ചു. അത് ചോദിക്കാൻ വേണ്ടി ഇവരുടെ ചെക്കനെ ഞാൻ പിടിച്ചു വെച്ചപ്പോഴേ അവന്റെ വീട്ടിൽ നിന്ന് ഒരു കേരള ആൾക്കാർ ഇങ്ങോട്ട് വന്ന് നമ്മളെ അപമാനിച്ചുകൊണ്ടിരിക്കുക. ഓ, അതാണോ കാര്യം? അപ്പൊ മോഷണമാണ് പ്രശ്നം. ഞങ്ങളുടെ മാമ്പഴം മോഷ്ടിച്ചിട്ട് എന്റെ മോളെ വഴക്ക് പറയാൻ നാണയില്ലേ നിങ്ങൾക്ക്? നിലത്ത് വീണ് കിടക്കണ മാമ്പഴം എടുക്കണത് എങ്ങനെയടി മോഷണമാകണത്? ഇതാണല്ലേ സോണിയാന്റി? ഓ, സൂക്ഷിച്ച് സംസാരിക്കണം നിങ്ങൾ. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഇത്രയും നേരം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകണ്ടെന്ന് കരുതിയിരുന്നതാ. ഇനി എന്റെ തീരുമാനം മാറി. ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുക. 4 വയസ്സുള്ള ഒരു ആങ്കുച്ചിനെ പിടിച്ചു വെച്ചിട്ട് അവിടേക്ക് വർത്താനം കേട്ടില്ലേ? സോണിയാന്റിനെ നിന്നെയും പോലീസ് പിടിച്ചു. കുണുക്കി, നീ മിണ്ടാതിരുന്നോ? ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോവാ. തൊപ്പിക്കാരാ, ഞങ്ങളിപ്പോ പോകുക. പണിയും കൊണ്ട് വരുന്നുണ്ട്. ഓ, എന്തൊരു അഹങ്കാരം പിടിച്ച സ്ത്രീ അത്. ഓ, ഇവരൊക്കെ എവിടെ നിന്ന് വരുന്നു? എടി ചാരു, നീ മനഃപൂർവ്വം വിളിച്ചു വരുത്തിയതാണോ? അല്ല സോണിയാന്റി, അവർ ഇവിടെ വരുമ്പോഴാ ഞാൻ കാണുന്നേ. ചാരു, നീ അകത്തേക്ക് പോയിക്കേ. എന്തിനാ അങ്കിൾ അവരെ ഓടിച്ചത്? അവളോട് 2 വർത്താനം പറയണോരുന്ന ചാരുവിനോട്. ഇനി ഞാൻ പറയുന്നത് അവര് കേൾക്കാൻ പാടില്ല. നമ്മുടെ മുറ്റത്ത് വന്ന് ആരും ഇതേപോലെ സംസാരിച്ചിട്ടില്ല. ആ കുണുക്കനും കുണുക്കിക്കും പിന്നെ അവളുടെ അച്ഛാമ്മക്കിട്ടും അമ്മക്കിട്ടും നമ്മക്കിട്ടൊരു പണി കൊടുക്കണം. പണിയോ? അതെടി, നല്ല പണി കൊടുത്തേ പറ്റൂ. ഞാൻ പറഞ്ഞു തരാം അതെങ്ങനെ വേണോന്ന്.